ഹലോ ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു 30 സെക്കൻഡായി. അപ്പം നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ കാണാൻ കഴിയും. ഞാൻ ചെറിയൊരു ട്രേഡ് എടുത്തിരുന്നു. ഒരു 3000 റുപ്പീസ് ഞാൻ ബുക്ക് ചെയ്തു 51,100 പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കാരണം പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് അത് ഹോൾഡ് ചെയ്യണമെന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്തു. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 9:46 സോ ഞാൻ 50,700 കോൾ ഓപ്ഷനിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം 5 മിനിറ്റ് ചാർട്ടിൽ കാണാൻ കഴിയും ഇവിടെ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ആയിട്ടുണ്ട്, ഒരു ബോട്ടം ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഡേ ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ഹൈ വരെയെങ്കിലും പോകേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, റിജക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർക്കറ്റിൽ രാവിലെ തൊട്ട് തന്നെ ഭയങ്കര ചോപ്പിയാണ് മാർക്കറ്റ്. മൊമെൻറ്റം ഇല്ല, സ്ട്രെങ്ത് ഇല്ല. റിജക്ഷനാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഇത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 9:48 ആയിരിക്കുകയാണ്. ഞാൻ അതേ സ്ട്രൈക്ക് പ്രൈസിൽ 50,700 സ്ട്രൈക്ക് പ്രൈസിൽ പിന്നെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തേക്കാണ്. ലോജിക്ക് സെയിം തന്നെയാണ്. ഓക്കെ, ഓർഡർ നമ്മുടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ അതേ സ്ട്രൈക്ക് പ്രൈസ് ആയതുകൊണ്ടാണ് ലോസ് കാണിക്കുന്നത്. ഈ ലോസ് സത്യത്തിൽ നമ്മൾ ഇതിന് മുമ്പ് എടുത്ത ട്രേഡിൻ്റെ ലോസാണ്. നോക്കാം, ഒരു നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് അപ്സൈഡിന് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ലോസ് കവറാകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഇവിടെ പിന്നെ റെഡ് ക്യാനിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. തൽക്കാലം ഈ ട്രേഡ് കോസ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോ ലോസ് നോ പ്രോഫിറ്റ്. ഇപ്പോഴത്തെ ഈ ലോസ് കാണിക്കുന്നത് കഴിഞ്ഞ ട്രേഡാണ്. ഓക്കെ, ഇപ്പം നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. ചെറിയൊരു സ്വിംഗ് ഹൈ കാണാൻ പറ്റും 1 മിനിറ്റ് ചാർട്ടിൽ, ഓപ്ഷൻസ് ചാർട്ടിൽ. സോ അവിടെ വരെ എങ്കിലും വരണം, ഒരു 520 വരെയെങ്കിലും വരേണ്ടിയാണ്. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ മാർക്കറ്റിൽ ഒട്ടും മൊമെൻറ്റം ഇല്ല. സ്ട്രെങ്ത് ഉള്ള ട്രേഡിംഗ് സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ഒക്കെ ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റി നല്ലൊരു സ്പൈക്ക് തന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ മാർക്കറ്റിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ 11,000 ലോസിലാണ് ആ ട്രേഡ്. 21,000 ലോസിൽ എന്തോ ആയിരുന്നു, അവിടെ നിന്നാണ് 11,000ലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ സമയം 10:40 ആയിരിക്കുകയാണ്. സോ ഞാൻ അതേ സ്ട്രൈക്ക് പ്രൈസിൽ പിന്നെ ഒരു ട്രേഡ് എടുത്തിരുന്നു. സോ അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ കാണാൻ കഴിയും. ട്രയാങ്കിളിൻ്റെ
ലോവർ എൻഡിലാണ് അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഹയർ എൻഡ് വരെയെങ്കിലും പോകണം. സോ ആ ഒരു ലോജിക്ക് വെച്ചാണ് ഈ ട്രേഡ് എടുത്തിരിക്കുന്നത്. സോ 11,000 ആയിരുന്നു നമ്മുടെ ലോസ് ആ പർട്ടിക്കുലർ ഓപ്ഷൻസിൽ. പക്ഷേ ഇപ്പോൾ അതൊരു 8,000 പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. കൂടെ ഞാൻ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു റെഡ് ക്യാൻഡിൽ വന്നാൽ പിന്നെ നമ്മുടെ പ്രോഫിറ്റും പോവും, പിന്നെ ആ ട്രേഡ് ലോസിലും ആവും. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ് ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കാം. സോ മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അവിടെ വരെയെങ്കിലും വരണം. അത് വരും, പക്ഷേ നമ്മൾ ചെയ്യുന്നത് സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ ഹോൾഡ് ചെയ്യാറില്ല ഒരു ട്രേഡും. കാരണം നമ്മുടെ സൈക്കോളജി അങ്ങനെയാണ് സെറ്റ് ആയേക്കുന്നത്. ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതൊരു വേറൊരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. അവിടെ ക്വിക്ക് എൻട്രിയും ക്വിക്ക് എക്സിറ്റും ഇല്ല. നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നു, എന്നിട്ടത് 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അത് വേറൊരു സ്റ്റൈൽ. സ്കാൽപ്പിങ്ങിൽ പെട്ടെന്ന് എൻട്രി ചെയ്യുക, പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക. പക്ഷേ അതിന് തക്കതായ മാർക്കറ്റും അതിന് തക്ക പോലുള്ള മാർക്കറ്റ് ആയിരിക്കണം. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് സ്കാൽപ്പിന് ഒട്ടും പറ്റിയതല്ല. ഒരു 12,000 11,000 13,000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഒട്ടും ഒരു ജീവനില്ലാത്ത രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ റേഞ്ചിൽ, വോള്യൂം വളരെ കുറവാണ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഓർഡർ ക്ലോസ് ആകത്തില്ല. ഈ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. സ്റ്റോപ്പ് ലോസ് ഓർഡർ എടുത്ത് കളയാം, എന്നിട്ട് നമുക്ക് ഉള്ളത് ബുക്ക് ചെയ്യാം. സോ ഓക്കെ, ഇപ്പോൾ P&L പ്രോഫിറ്റിലാണ്. 4,881 പ്രോഫിറ്റിലാണ്. ഇപ്പോൾ സമയം 10:46 ആയി. സോ 50,800 കോൾ ഓപ്ഷനിൽ ഞാൻ കുറച്ച് ദൂരെ മാറി ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. മേളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ഡേ ഹൈയും കൂടെയാണ്. അറ്റ്ലീസ്റ്റ് അവിടെ വരെയെങ്കിലും പോകണം. അതായത് ഒരു 40 പോയിന്റ്, 543 ആണ് ഹൈ കാണുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 543 വരെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാണാൻ കഴിയും ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ടോപ്പ് വരെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് കാണിക്കേണ്ടിയാണ്. ഓപ്ഷൻ ചാർട്ടിൽ നമ്മൾ റെഡ് ക്യാനിലാണ് കാണുന്നത്. അത് നോക്കാം, ഈ ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കാം. റെഡ് ക്യാൻഡിലാണ് ഇപ്പോൾ കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് ലോസിലാണ്. അത് ഗ്രീൻ ആവുമോ, അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഒരു നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാം. എന്തായാലും ഈ ക്യാൻഡിൽ കംപ്ലീറ്റ് ആവട്ടെ, നമുക്ക് നോക്കാം.
ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. വലിയൊരു റെഡ് ക്യാൻഡിലാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. സോ ഈ ട്രേഡ് നമ്മൾ 17,500 ബുക്ക് ചെയ്തു ലോസിൽ. ഇപ്പോൾ സമയം 12:37 ആണ്. 50,800 കോൾ ഓപ്ഷനിൽ നമ്മൾ ട്രേഡ് എടുത്തിരിക്കുകയാണ്. നിഫ്റ്റി ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തേക്കാണ്. അത് ബ്രേക്ക്ഔട്ട് ആയിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ചിലപ്പോൾ ഒരു സ്പൈക്ക് കിട്ടിയേക്കാം. ബാങ്ക് നിഫ്റ്റിയും മേളിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 51,090 ലെവൽ വരെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഒരു ട്രയാങ്കിൾ ഫോർമേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നോക്കാം, എക്സിക്യൂട്ട് ആവുന്നിടം വരെ കാത്തിരിക്കാം. ഞാനിവിടെ ഒരു പുട്ട് ഓർഡറും കൂടെ പ്ലേസ് ചെയ്യുകയാണ് 50,200 പുട്ട് ഓപ്ഷനിൽ. കാരണം കുറേ നേരമായിട്ട് ഒരേ സ്ഥലത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ബ്രേക്ക് ഔട്ട് ആണോ ബ്രേക്ക് ഡൗൺ ആണോ ആകാൻ പോകുന്നത്. അതുകൊണ്ടാണ് 2 ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ പുട്ട് ഓപ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ആയി. സോ ഇത് ബ്രേക്ക് ഡൗൺ ആണ് ആയേക്കുന്ന മാർക്കറ്റ്. പക്ഷെ താഴെ കുറേ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ റിജക്ഷൻ കിട്ടിയേക്കാം. സോ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നോക്കാം, ഈ ക്യാൻഡൽ റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഡേ ലോ വരെയെങ്കിലും വരേണ്ടിയാണ്. ഒരു 5 സെക്കൻഡ് കൂടെ ഈ ക്യാൻഡിൽ ക്ലോസ് ആവാൻ നോക്കാം. ഓക്കെ, വെരി ഗുഡ്, നല്ലൊരു ക്യാൻഡിലാണ് കിട്ടിയത്. ഞാനിവിടെ എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ട്രേഡ് നമുക്ക് 24,600 ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 12,000 ആണ് ഇന്നത്തെ P&L. നമ്മുടെ കോൾ ഓപ്ഷൻ എടുത്തിരിക്കുന്നത് നമ്മൾ ക്ലോസ് ചെയ്തു. നമുക്കിവിടെ കാണാൻ കഴിയും ഇത്രയും ട്രേഡാണ് നമ്മൾ എടുത്തത്. 12,000 ആണ് ഇന്നത്തെ പ്രോഫിറ്റ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പം തന്നെ 5-6 ട്രേഡ് ആയി കഴിഞ്ഞു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.